ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ദുരന്തർ ദ റിവെഞ്ച്, അതായത് ദുരന്തർ സെക്കൻഡ് പാർട്ട് തന്നെ കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാളെയാണ് ഒഫീഷ്യൽ റിലീസ്. ആക്ച്വലി ഇന്നിപ്പം പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. എൻ്റെ മോനെ 4 മണിക്കൂറാണ് തിയേറ്ററിൽ ഇരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് 4 മണിക്കൂർ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഇറ്റ്സ് നൈസ്. എന്തായാലും പടത്തിലേക്ക് വരാൻ സുഹൃത്തുക്കളെ. അപ്പം ദുരന്തർ ദ റിവെഞ്ച് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടതാണ്. ഇറ്റ്സ് ആൻ ആക്ച്വലി സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും ആദിത്യ ദഹർ എന്ന് പറഞ്ഞ ആളാണ്. സ്റ്റാർ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രൺവീർ സിംഗ്, പിന്നെ സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടതാണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പാർട്ട് ഉണ്ട്. പിന്നെ വിത്തിൻ 6 മന്തിനുള്ളിൽ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയിരിക്കുകയാണ്. കമ്മിങ് ടു ദ മൂവി, ഒരു കിടുക്കനായിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം 4 മണിക്കൂറുണ്ട് മൂവി എങ്കിൽ പോലും 4 മണിക്കൂർ ഞാൻ പോയതറിഞ്ഞില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അധികം സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിനകത്തെന്ന് പറയുമ്പം പുള്ളി ഒരു മിഷന് പോകുന്നു. ചെറിയ ചെറിയ ബൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. ബട്ട് എന്നാലും ആ ഒരു മിഷനാണ് കാണിക്കുന്നത്. ഒരാളെ കൊല്ലുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ബഞ്ച് ഓഫ് ലിസ്റ്റേഴ്സ് ഓഫ് ആൾക്കാരെ കൊല്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരെ തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളി ആരാണ്, എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എങ്ങനെ പുള്ളിയെ ഫൈൻഡ് ചെയ്തു, ദെൻ എങ്ങനെയാണ് മിഷനിലേക്ക് വിട്ടത്, ഇങ്ങനെ ലോട്ട്സ് ഓഫ് അധികം കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഈ ലിസ്റ്റ് ഓഫ് ആൾക്കാരെ അവരൊക്കെ എന്ത് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരെ കൊല്ലുന്നത്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി 18+ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവിയാണ്. ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വയലൻസിനകത്ത് കൂടുതലാണ്, ഫൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും. ബട്ട് എനിക്ക് വേറൊരു കാര്യം അതിനകത്ത് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ ആ മൂവി കണ്ടപ്പോൾ നമുക്ക് കിട്ടിയൊരു അഡ്രിനൽ റഷ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM കാര്യങ്ങളൊക്കെ, ആ ഒരു സാധനം ഇവിടെ മിസ്സിങ് ആണ്. പിന്നെ ചില പോർഷൻസ് ഉണ്ട്, അതായത് ഈ രൺവീർ സിംഗും പെയറായിട്ട് വരുന്ന പുള്ളിക്കാരത്തിനുള്ള അവരുടെ ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു നൈസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നത്, അത് കേൾക്കാൻ നൈസാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് വെച്ച് നോക്കുമ്പം സെക്കൻഡിലേക്ക് കുറച്ചധികം വീക്കാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ. നിങ്ങളൊക്കെ എന്തായാലും നാളെ ആയിരിക്കും കാണാൻ പോകുന്നത്. എന്തായാലും മസ്റ്റായിട്ട് കാണുക സുഹൃത്തുക്കളെ. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു എൻഡിങ്ങോടുകൂടി, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആ ഒരു മൂവി ഫുൾഫിൽ ആക്കുന്ന രീതിക്കുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് സുഹൃത്തുക്കളെ ദുരന്തർ ദ റിവെഞ്ച് എന്നുള്ളത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ലാഗടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തും എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് മേക്കിംഗ് വൈസ് ആണെങ്കിലും അതുമാത്രമല്ലടി, നമ്മളറിയാത്ത ഒരുപാട് സ്റ്റോറീസ് മൂവിയിലൂടെ നമുക്കറിയാൻ സാധിക്കും. ഈവൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ 2016 ഐ തിങ്ക് 2016 തോന്നും, നോട്ട് നിർത്തിയില്ലേ, മറ്റേ 500-ൻ്റെ 1000-ൻ്റെയൊക്കെ നോട്ട് നിർത്തിയില്ലേ. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ നോട്ട് നിർത്തിയത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അങ്ങനെ നമുക്കറിയാത്ത കുറച്ചധികം ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പടത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ചില മെഷീൻസിൻ്റെ ആണെങ്കിലും ശരി. പിന്നെ അത് മാത്രമല്ല, ഒരു വ്യക്തി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ആ ഒരു വ്യക്തി ഇല്ലാതായി അല്ലെങ്കിൽ തീർന്നു എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ ചില ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹി സ്റ്റിൽ അലൈവ് എന്നുള്ളത്. ബട്ട് ഈ മൂവിക്കകത്ത് അത് കാണിക്കുന്നുണ്ട്. അത് ഉള്ളതാണോ ഇല്ലാതോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്നാലും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾക്കത് പടം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് സുഹൃത്തുക്കളെ. അതാണ് ദുരന്തർ ദ റിവെഞ്ച് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. രൺവീർ സിംഗിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല, പുള്ളി പൊളിച്ചടിക്കിയിട്ടുണ്ട്. പിന്നെ പെയറായിട്ട് വരുന്ന പുള്ളിക്കാരുടെ പേര് സാറാ അർജുൻ. ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്ക്രീനിലെ സ്പേസ് വളരെ കുറവാണ്, മൈന്യൂട്ടായിട്ടുള്ളത്. പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റോറി രൺവീർ സിംഗിൻ്റെ ആ ഒരു സ്പൈ ക്യാരക്ടറിലൂടെയാണ് കംപ്ലീറ്റ്ലി ഈ ജേർണി പോകുന്നത്. അത് ഫുൾഫിൽ ആക്കുക, അല്ലെങ്കിൽ അത് ഫുള്ള് പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. യെസ് ഗൈസ്, അപ്പോൾ അതാണ് ദുരന്തർ ദ റിവെഞ്ച് എന്നും പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും നാളെ തന്നെ പോയി കാണുക. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഹൗസ്ഫുള്ളാണ് നാളത്തെ ഷോസ് കംപ്ലീറ്റ്ലി. യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ.
ബൈ ബൈ.